എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്ന ഇപ്പം തന്നെ നിർത്തിക്കോ. എന്നിട്ട് 1% തുടങ്ങിക്കോ. ഇതാണ് 1% ബെറ്റർ എവറി ഡേ കൺസെപ്റ്റ്. Hello, my name is Adrian Mohammed SM and you're watching episode 1 of Atomic Habits. ഇത് കേൾക്കാൻ വളരെ ചെറുതും സിമ്പിളൊക്കെ ആണെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടി നല്ല മാറ്റം കൊണ്ടുവരും. ഈ ഗ്രാഫ് ശ്രദ്ധിച്ചോ? എല്ലാ ദിവസവും 1% ബെറ്റർ ആയാലുള്ള ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യമൊക്കെ വലിയ മൂവ്മെൻ്റ് ഇല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോവാണ്. നിങ്ങൾ ഓരോ ദിവസവും 1% വെച്ച് ബെറ്റർ ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തിലെ റിസൾട്ട് 37 തവണ ബെറ്റർ ആയിരിക്കും. അതായത് ഇന്ന് നിങ്ങൾ 10 മിനിറ്റ് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരു 12 മിനിറ്റ് പഠിക്കുക. ഇന്ന് നിങ്ങൾ 5 പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾ 6 പുഷപ്പ് ചെയ്യുക. ഇങ്ങനെ ഓരോ ദിവസവും ബെറ്ററായിട്ട് നമ്മൾ വരികയാണ്. ഇങ്ങനെ കുറച്ചു കാലം ചെയ്തതിനാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഇനി ഈ ഗ്രാഫ് നോക്കിയേ. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ഇരിക്കില്ല. നിങ്ങൾ പിന്നെയും താഴോട്ട് പോകും. സ്മോൾ ഹാബിറ്റ്സ് അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും ദേ ഡിസൈഡ് ഹൂ യു ബിക്കം. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. കാരണം നിങ്ങളിപ്പോൾ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കോടീശ്വരനാകാൻ പോകുന്നില്ല. നിങ്ങൾ 3 ദിവസം ജിമ്മിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അർണോൾഡിനെ പോലത്തെ ബോഡി കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ 1 മണിക്കൂർ ചൈനീസ് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ലാംഗ്വേജ് മുഴുവനായിട്ടും പഠിച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഒരു കാലത്ത് നമുക്ക് വേണ്ടത് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് റിസൾട്ടാണ്. ഇതേപോലെയാണ് ബാഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിലും. ഇന്ന് നിങ്ങളൊരു അൺഹെൽത്തി മീൽ കഴിച്ചെന്നും വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അതേപോലെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റി വെച്ചാൽ അതും അത്രയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ദർ വിൽ ബി ടൈം. പക്ഷേ ഇതേ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലത്തിലേക്ക് നയിക്കും. ഇങ്ങനെ പോകുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഒരു ബാഡ് ഹാബിറ്റ് വന്നാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും. അതുതന്നെയാണ് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ കുറച്ച് കടുപ്പുള്ളത്. നമ്മളെ ഹാബിറ്റ്സിൽ ഉണ്ടാകുന്ന ചെറിയൊരു ചേഞ്ച് ഒരു എയർപ്ലെയിന് 3-4 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ കണക്കാണെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. നിങ്ങളിപ്പോൾ ലോസ് ആഞ്ചൽസിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഒരു പ്ലെയിൻ പിടിച്ചെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ പൈലറ്റ് ജസ്റ്റ് ഒരു 3.5 ഡിഗ്രി സൗത്തിലേക്ക് പ്ലെയിൻ ചരിക്കുന്നത്. നിങ്ങൾ എത്തുന്നത് ന്യൂയോർക്കിലേക്കല്ല, വാഷിങ്ടൺ DC-യിലേക്കാണ്. ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ചാണ് അവിടെ നടന്നത്. പക്ഷേ അത് നമ്മളെ കൊണ്ടെത്തിച്ചത് 100 മൈലിനപ്പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹാബിറ്റിൽ ചെറിയൊരു ചേഞ്ച് മതി നമ്മുടെ ലൈഫ് മാറിയും. അപ്പോൾ ഇതുവരെ ചെയ്യാതെ മാറ്റിവെച്ച കുറച്ച് ഹാബിറ്റ് ഉണ്ടായിരുന്നില്ലേ, അത് ഇന്ന് തന്നെ തുടങ്ങിക്കോ. നാളെ 1% ബെറ്റർ ആക്കുക. നമ്മുടെ ഗോൾ എന്നുള്ളത് ഇന്നലത്തേനെക്കാട്ടിയും കൂടുതൽ ഇന്ന് ചെയ്യാമെന്നാണ്. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കാമെന്നല്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. SM signing out.